ഹലോ ഫ്രണ്ട്സ്, കാറ്റത്ത് കിളിക്കൂട് പരമ്പരയുടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാത്ത വമ്പൻ ടെസ്റ്റുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ ഉറപ്പിച്ച് കോടതിയിലെത്തിയ നിധിയെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ഒരു സത്യമായിരുന്നു. അതറിഞ്ഞതിന് ശേഷം കോടതി മുറിയിൽ വെച്ച് നിധി എടുക്കുന്ന ആ ഒരു നിർണായക തീരുമാനം സുധീഷിന്റെ മാത്രമല്ല, കിളിക്കൂട്ടിലെ എല്ലാവരുടെയും ജീവിതം കീഴ്മേൽ മറിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കരുത്. നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ ഏകദേശം ഒരു വർഷമായി കിളിക്കൂട്ടിൽ കഴിയുന്ന നിധിക്ക് ഇപ്പോൾ സുധീഷിനോട് വല്ലാത്ത അടുപ്പം തോന്നുകയാണ്. സുധീഷിനെ തന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിധി മാനസികമായി തയ്യാറെടുക്കുന്ന സമയമാണിത്. എന്നാൽ അതേസമയം ഇവരുടെ ഡിവോഴ്സ് കേസ് ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നിധിയും സുധീഷും അഡ്വക്കേറ്റിനെ കാണാൻ ഓഫീസിലെത്തുന്നു. എന്നാൽ ആ സമയത്ത് സീനിയർ വക്കീൽ അവിടെ ഇല്ലായിരുന്നു. അവര് 2 ദിവസം ലീവാണെന്നും കേസ് ഇപ്പോൾ താനാണ് നോക്കുന്നതെന്നും അസിസ്റ്റന്റ് അറിയിക്കുകയാണ്. എന്തായാലും നാളെ കോടതിയിൽ വെച്ച് തനിക്ക് പിരിയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കേസ് അവിടെ തീരുമെന്ന് വക്കീല് പറയുമ്പോൾ നിധി തന്റെ അന്തിമ തീരുമാനം അവരോട് വ്യക്തമാക്കുകയാണ്. അത് വേറൊന്നുമല്ല, എനിക്ക് സുധീഷിനെ ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല. എന്നാൽ നിധി അങ്ങനെ പറഞ്ഞത് സുധീഷ് കേട്ടിരുന്നില്ല. കാരണം സുധീഷിന് ഒരു ഫോൺ കോൾ വന്ന് പുറത്തുപോയ സമയത്താണ് നിധി തന്റെ മനസ്സിലിരിപ്പ് വക്കീലിനോട് തുറന്നു പറഞ്ഞത്. നാളെ 11 മണിക്ക് കോടതിയിൽ ഹാജരാകാൻ വക്കീൽ അങ്ങനെ നിർദ്ദേശിക്കുന്നു. അതിനുശേഷം കോടതിയിലെ കാര്യങ്ങൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ സുധീഷിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ നിധിയാകട്ടെ തികച്ചും ഹാപ്പിയായിരുന്നു. യാത്രക്കിടയിൽ സുധീഷ് തന്റെ മനസ്സിലെ പ്രണയവും പ്രതീക്ഷകളും ഒക്കെ നിധിയോട് പങ്കുവയ്ക്കുന്നു. നാളെയോടെ കേസ് തീർന്നാൽ പിന്നെ തങ്ങൾക്കൊരു ഫ്രഷ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്നും തന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഒരാളുണ്ടാകുന്നത് വലിയൊരു സമാധാനമാണെന്നും സുധീഷ് നിധിയോട് പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് നിധി പെട്ടെന്ന് സുധീഷിനോട് ചോദിക്കുകയാണ്, ഒരുപക്ഷെ ഞാൻ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാലോ? എന്നാൽ ഇത് കേട്ട് സുധീഷ് ആകെ സങ്കടത്തിലാവുന്നു. താൻ ഫ്യൂസ് പോയ ബൾബ് പോലെയാകുമെന്നാണ് സുധീഷ് പറയുന്നത്. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ജഡ്ജിയുടെ മുന്നിൽ വെച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാമെന്ന് സുധീഷ് നിധിയോട് ആഗ്രഹത്തോടെ പറയുന്നു. കണ്ണാടിയിലൂടെ സുധീഷ് തന്നെ നോക്കുന്നത് കണ്ട് നിധി നാണത്തോടെ മുഖം തിരിക്കുകയും ചെയ്യുന്നു. പിന്നീട് വീട്ടിലെത്തുമ്പോൾ സുഭാഷും ഹരീഷും വലിയ ടെൻഷനിലാണ്. നിധി റൂമിലേക്ക് പോയതിനു ശേഷം സുഭാഷ് കാര്യങ്ങൾ തിരക്കുമ്പോൾ സുധീഷ് തന്റെ ഉള്ളിലെ പേടി തുറന്നു പറയുന്നു. നാളെ നിധി കോടതിയിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യത്തിൽ സുധീഷിന് ഇപ്പോഴും ഒരു ഉറപ്പില്ല. വക്കീലിനെ കണ്ട് മടങ്ങിയിട്ടും സുധീഷിന്റെ നെഞ്ചെടുപ്പ് മാറിയിട്ടില്ല. നിധിയാണെങ്കിൽ വണ്ടിയിൽ ഇരുന്ന് ഇതിനെപ്പറ്റി ഒന്നും തുറന്നു പറയാത്തത് സുധീഷിനെ ആകെ ടെൻഷനിലാക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷമം സുധീഷ് സുഭാഷേട്ടനോടും ഹരീഷിനോടും പങ്കുവെക്കുമ്പോൾ ഹരീഷ് സുധീഷിനെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ആദ്യം ഓടിയെത്തുന്ന ഏട്ടത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീടും ഏട്ടനെയും വിട്ട് ഏട്ടത്തി എങ്ങോട്ടും പോകില്ലെന്നാണ് അവൻ പറയുന്നത്. ഇതിനിടയ്ക്ക് ഹരീഷ് പഴയൊരു വാലന്റൈൻസ് ഡേ ചാലഞ്ച് ഓർമ്മിപ്പിച്ച് സുധീഷിനെ ഒന്ന് കളിയാക്കുന്നുണ്ട്. നമ്മുടെ നിധിയാകട്ടെ റൂമിൽ ചെന്ന് സുധീഷ് പറഞ്ഞ ആ പ്രണയ വാക്കുകളൊക്കെ ഓർത്ത് നാണത്തോടെ ചിരിച്ചു നിൽക്കുന്നു. വക്കീൽ ഓഫീസിൽ വെച്ച് സുധീഷ് പറഞ്ഞ നമുക്കൊരു ഫ്രഷ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്ന വാക്കുകൾ നിധിയുടെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ നിധിയോട് സംസാരിക്കാൻ സുഭാഷ് അവസരം കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് തുണി വിരിക്കാൻ പോയ നിധി തിരികെ വരുമ്പോൾ സുഭാഷ് കാര്യം അവതരിപ്പിക്കുന്നു. ഡിവോഴ്സിന്റെ ഫൈനൽ ഹിയറിംഗ് ആയതുകൊണ്ട് പിരിയരുതെന്നും ഒരുമിച്ച് ജീവിക്കണമെന്നുമാണ് സുഭാഷ് ഏട്ടൻ ആവശ്യപ്പെടുന്നത്. സുധീഷ് പുറമേക്ക് ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ പേടിയാണെന്നും ചെറുപ്പത്തിൽ വീണ് കാലൊടിഞ്ഞപ്പോൾ പോലും ആരും കാണാതെ കരഞ്ഞവനാണ് അവനെന്നും സുഭാഷ് നിധിയോട് പറയുന്നു. ഇവിടെയാണ് നിധി ആ വലിയ സർപ്രൈസ് സുഭാഷിനോട് തുറന്നു പറയുന്നത്. ഞാൻ സുധീഷിനെ വിട്ടു പോകില്ല സുഭാഷേട്ട. പണ്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ സുധീഷിന്റെ അവസ്ഥയെക്കുറിച്ച് താൻ ചിന്തിച്ചിരുന്നില്ലെന്നും എന്നാൽ ഒരു വർഷത്തെ ജീവിതം കൊണ്ട് സുധീഷ് തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലായെന്നും നിധി പറയുന്നു. താൻ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം വക്കീലിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ കേസ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് സുധീഷിന്റെ കൂടെ ഇറങ്ങുമെന്നും നിധി ഉറപ്പ് നൽകുകയാണ്. ഇത് കേട്ട് സന്തോഷം കൊണ്ട് സുഭാഷിന്റെ കണ്ണ് നിറയുകയാണ് കേട്ടോ. തുടർന്ന് കോടതിയിലേക്കുള്ള യാത്രയിൽ സുധീഷ് ആകെ അസ്വസ്ഥനാണ്. അങ്ങനെ വണ്ടിയിൽ പാട്ട് പോലും വെക്കാതെ മിണ്ടാതിരിക്കുന്ന സുധീഷിനോട് നിധി എന്താണ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, കോടതിയിൽ നിധി ഡിവോഴ്സ് വേണമെന്ന് പറയുമോ എന്ന് തനിക്ക് പേടിയുണ്ടെന്ന്. താൻ കുറച്ച് കള്ളമൊക്കെ പറയുമെങ്കിലും നിധി കൂടെ ഉണ്ടായാൽ തന്റെ സ്വഭാവം മാറ്റാമെന്ന് സുധീഷ് ആ സമയത്ത് നിധിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. മുൻപ് ഹോസ്റ്റൽ അന്വേഷിച്ച് നടന്നപ്പോൾ ബുദ്ധിമുട്ടാതിരിക്കാൻ രേഖകൾ ഒളിപ്പിച്ചു വെച്ചതും വീട്ടിൽ തങ്ങളുടെ പ്രണയ വിവാഹമാണെന്ന് കള്ളം പറഞ്ഞതുമെല്ലാം സുധീഷ് തുറന്ന് സമ്മതിക്കുകയാണ്. ഇനി ഒരിക്കലും കള്ളം പറയില്ലെന്ന് തന്നെ സുധീഷ് സത്യം ചെയ്യുമ്പോൾ നിധിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ പാട്ട് പ്ലേ ചെയ്യുന്നു. നിധിയുടെ ഈ പോസിറ്റീവ് മൂഡ് കണ്ട് സുധീഷിന് കുറച്ചൊക്കെ ആശ്വാസം തോന്നുന്നുമുണ്ട്. അതിനുശേഷം കോടതിയിലെത്തി വക്കീലിനെ വിളിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട പേപ്പറുകളിൽ ഒപ്പിടാൻ വക്കീൽ നിധിയോട് ആവശ്യപ്പെടുന്നു. ഒപ്പിടാനായി നിധി അകത്തേക്ക് പോകുമ്പോൾ ദാഹം തോന്നിയതിനാൽ സുധീഷ് വെള്ളം വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ വെള്ളം വാങ്ങാൻ പോയ സുധീഷ് വഴിയിൽ വെച്ച് കോൺസ്റ്റബിൾ ഗോപിയെയും കൂട്ടരെയും കാണുന്നു. ഇരുവരും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ തങ്ങളുടെ ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച കാര്യം സുധീഷ് അങ്ങനെ സന്തോഷത്തോടെ പറയുകയാണ് അയാളോട്. എന്നാൽ ആ ഒരു സമയത്താണ്
കഥയെ മാറ്റിമറിക്കുന്ന ആ ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇരുവരുടെയും സംഭാഷണം ഒളിഞ്ഞെന്ന് കേൾക്കുകയായിരുന്ന നിധിയെ ഞെട്ടിച്ചുകൊണ്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നത് സുധീഷ് പ്ലാൻ ചെയ്ത് വെറും ഒരു നാടകമായിരുന്നു എന്ന് സത്യം കോൺസ്റ്റബിൾ ഗോപി ആ സമയത്ത് സുധീഷിനോട് തുറന്നു ചോദിക്കുകയാണ്. നിധിയെ സ്വന്തമാക്കാൻ വേണ്ടി താൻ ആ സാഹചര്യം മുതലെടുത്ത് കള്ളം പറയുകയായിരുന്നുവെന്നും അന്ന് ആ പെർഫോമൻസ് നടത്തിയില്ലായിരുന്നെങ്കിൽ നിധി ഒരിക്കലും തന്റെ വീട്ടിൽ വരില്ലായിരുന്നുവെന്നും സുധീഷ് അങ്ങനെ വളരെ അഭിമാനത്തോടെ ഗോപിയോട് വിളിച്ചു പറയുന്നു. എന്തായാലും ഈ സത്യം അറിയുന്നതും നിധി ആകെ ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ്. തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ താലികെട്ട് സുധീഷ് ബുദ്ധിപൂർവ്വം കെട്ടിച്ചമച്ച ഒരു വലിയ ചതിയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിധി ഉള്ളു തകർന്ന് കണ്ണീരോടും അടക്കാനാകാത്ത ദേഷ്യത്തോടും കൂടി അവിടെ തരിച്ചു നിൽക്കുകയാണ്. സുധീഷ് തന്റെ പഴയ വീരവാദങ്ങളെല്ലാം ഗോപിയോട് പറഞ്ഞ് അഹങ്കരിച്ച ശേഷം നിധിക്ക് വെള്ളം വാങ്ങാൻ പോയ കാര്യം ഓർത്ത് വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നാൽ വണ്ടിയിൽ വെച്ച് ഇനി എന്തെങ്കിലും കള്ളം ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് താൻ ചോദിച്ചപ്പോഴും എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് സുധീഷ് കള്ളം ആവർത്തിച്ചു തോർത്ത് നിധിയുടെ മനസ്സാകെ വിങ്ങി പൊട്ടുകയാണ്. സുധീഷ് പോയതിന് പിന്നാലെ നേരെ കോൺസ്റ്റബിൾ ഗോപിയുടെ അരികിലേക്ക് ചെല്ലുന്ന നിധി അന്ന് സ്റ്റേഷനിൽ വെച്ച് ആ കല്യാണം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു എന്ന് ഗോപിയോട് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഗോപി ആ നഗ്നമായ സത്യം വെളിപ്പെടുത്തിയത്. പിന്നില്ലാതെ മോളെ, വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുകയാണെന്ന് സ്റ്റേഷനിൽ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ നിന്നെ ഈസിയായി രക്ഷിച്ചേനെ. പക്ഷേ സുധീഷ് അതിന് സമ്മതിക്കാതെ നിങ്ങൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നാടകം കളിക്കുകയായിരുന്നു. ഏതായാലും താൻ ഇത്രയും കാലം വിശ്വസിച്ച ആ സ്നേഹം വെറും ഒരു ചതിയായിരുന്നു എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നിധി. ഈ സമയം വെള്ളവുമായി ഓടിയെത്തുന്ന സുധീഷ് സ്നേഹത്തോടെ കുപ്പിവെള്ളം നിധിക്ക് നേരെ നീട്ടുന്നു. എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞ നിധിക്ക് ആ വെള്ളം കുടിക്കാൻ പോലും തോന്നുന്നില്ല. അപ്പോഴേക്കും ജഡ്ജി എത്തിയെന്നും കോടതിക്കുള്ളിലേക്ക് കയറണമെന്നും വക്കീലിന്റെ ജൂനിയർ വന്ന് അറിയിക്കുന്നു. എന്നാൽ നിധിയാകട്ടെ ഇതിനോടകം തന്നെ വലിയൊരു തീരുമാനത്തിലേക്ക് മനസ്സുകൊണ്ട് എത്തിച്ചേർന്ന് ഒട്ടും താല്പര്യമില്ലാതെ സുധീഷിനോടൊപ്പം കോടതി മുറിയിലേക്ക് നടക്കുകയാണ്. സുധീഷും നിധിയും തമ്മിലുള്ള ഡിവോഴ്സ് കേസിന്റെ അവസാനത്തെ ഹിയറിംഗ് ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് വേണ്ടെന്ന് കോടതിയിൽ പറയാൻ ഉറപ്പിച്ചാണ് നിധി സുധീഷിന്റെ കൂടെ വണ്ടി ഇറങ്ങിയത്. നിധി തനിക്കൊപ്പം തന്നെ വരുമെന്ന കാര്യത്തിൽ സുധീഷിനും 100% ഉറപ്പായിരുന്നു. പക്ഷേ കോടതിയിൽ വെച്ച് കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഒടുവിൽ ജഡ്ജിക്ക് മുന്നിൽ കേസെത്തി. 3 വട്ടം കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഡിവോഴ്സ് വേണമെന്ന തീരുമാനത്തിൽ തന്നെയാണോ എന്ന് ജഡ്ജി സുധീഷിനോടായിട്ട് ചോദിക്കുമ്പോൾ സുധീഷ് പറഞ്ഞതല്ല ഡിവോഴ്സ് വേണ്ട എന്നാണ്. പക്ഷെ തൊട്ടടുത്ത നിമിഷം സുധീഷിനെ ഞെട്ടിച്ചുകൊണ്ട് നിധി ഉറപ്പിച്ചു പറഞ്ഞു, അതെ മാഡം, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്ന്. ഡിവോഴ്സ് വേണമെന്ന നിധിയുടെ മറുപടി കേട്ട് സുധീഷ് ആകെ തകർന്നുപോയി. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത അഡ്വക്കേറ്റും ജഡ്ജിയോട് അനുവാദം വാങ്ങി നിധിയെ കുറച്ചു മാറി നിർത്തി ചോദിച്ചു, എന്താണ് നിധി ഇത്? ഇന്നലെ വരെ ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെ? പക്ഷെ നിധിയാണെങ്കിൽ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇല്ല മാഡം, ഞങ്ങൾ തമ്മിൽ ഇനി ശരിയാകില്ല, എനിക്ക് ഡിവോഴ്സ് വേണം, പ്ലീസ് സഹായിക്കണം. അങ്ങനെ പിന്നെ കോടതി ആ ബന്ധം ഔദ്യോഗികമായി വേർപെടുത്തുകയാണ്. ആ പേപ്പറുകളിൽ ഡിവോഴ്സ് എന്ന സീൽ പതിഞ്ഞു. കോടതിക്ക് പുറത്തിറങ്ങിയ അഡ്വക്കേറ്റ് അവരോടായിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട കാര്യമില്ല, ബാക്കി പേപ്പേഴ്സ് ഒക്കെ 1 മാസത്തിനകം റെഡിയാകും, ഞാൻ മെയിൽ ചെയ്യാം. നിധിയാണെങ്കിൽ സുധീഷിന്റെ മുഖത്ത് പോലും നോക്കാതെ അവിടെ നിന്നും നടന്നു നീങ്ങി. സുധീഷ് ആണെങ്കിൽ ആകെ തകർന്നു നിൽക്കുകയാണല്ലോ. സങ്കടവും ടെൻഷനും സഹിക്കാനാവാതെ സുധീഷ് നിധിയുടെ പിന്നാലെ ഓടി. നിധി, താൻ എന്തായി ചെയ്തത്? താൻ ഒരിക്കലും അങ്ങനെ പറയില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്തിനാണോ ഇങ്ങനെ ചെയ്തത്? അപ്പോ നിധി ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നിട്ട് പറയുക, ഞാൻ എല്ലാം കേട്ടു സുധീഷെ. താനെന്ന് ഗോപി സാറിനോട് പറഞ്ഞ കള്ളങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. വീട്ടുകാർ നിർബന്ധിച്ച കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് ഞാൻ നോക്കിയത്. പക്ഷേ താൻ പ്ലാൻ ചെയ്ത് എന്നെ ചതിക്കുകയായിരുന്നു. അന്ന് സ്റ്റേഷനിൽ വെച്ച് നമ്മൾ പ്രണയത്തിലാണെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞത് എന്തിന്? നമ്മൾ തമ്മിൽ എന്ത് പ്രണയമാണ് ഉണ്ടായിരുന്നത്? ഇത് കേട്ട് സുധീഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു നിധി, അതുകൊണ്ടാ. പക്ഷെ എനിക്ക് തന്നോട് ഒരു ഇഷ്ടവും ഇല്ലായിരുന്നല്ലോ. തനിക്ക് ഇഷ്ടമുണ്ടെന്ന് കരുതി എന്റെ സമ്മതം വേണ്ടേ? അന്ന് ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ താൻ അത് മുതലെടുത്തു. അന്ന് താൻ ചതിച്ചില്ലായിരുന്നുവെങ്കിൽ പോലീസിന്റെ സഹായത്തോടെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി സമാധാനമായി ജീവിച്ചേനെ. താൻ എന്നെ സഹായിക്കുകയല്ല, ചതിക്കുകയാണ് ചെയ്തത്. ഇത്രയും വലിയൊരു കള്ളം ഒളിപ്പിച്ചു വെച്ച തന്റെ കൂടെ ഞാൻ ഇനി ജീവിക്കണമെന്നാണോ പറയുന്നത്? മതി, എന്നെ വെറുതെ വിട്ടേക്ക്. കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നിധി വീണ്ടും മുന്നോട്ട് നടന്നു. വഴിപോക്കരെല്ലാം നോക്കുന്നത് കണ്ട് സുധീഷ് നിധിയുടെ കയ്യിൽ പിടിക്കാൻ നോക്കിയെങ്കിലും അവള് കൈ തട്ടി മാറ്റി. സുധീഷ് ആകട്ടെ ഒടുവിൽ റോഡിൽ മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം സുധീഷ് സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും ഒക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ഡിവോഴ്സ് ആയ വിവരം അറിയിക്കുകയാണ്. അവൾ എന്നെ വേണ്ടെന്ന് വെച്ച് പോയിടാ, എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എന്ന് സുധീഷ് പറയുന്നത് കേട്ട് അവരെല്ലാവരും ആകെ പരിഭ്രാന്തരായി. സങ്കടം സഹിക്കാനാവാതെ സുധീഷ് ഭാസ്കരനെയും വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഭാസ്കരൻ നിനക്കിത് വേണമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ദേഷ്യത്തോടെ സുധീഷ് ഫോൺ കട്ട് ചെയ്തു. അതേസമയം സുധീഷ് ഫോണിൽ വിളിച്ച് കരഞ്ഞതറിഞ്ഞ് സുഭാഷും ഹരീഷും നികേഷും ഒക്കെ വീട്ടിലേക്ക് ഓടിയെത്തി. പക്ഷെ സുധീഷ് അപ്പോഴും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ എവിടെയാണെന്നറിയാതെ അവരെല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാലും അങ്ങോട്ട് ഡിവോഴ്സ് വേണമെന്ന് പറയാൻ എന്തായിരിക്കും കാരണമെന്ന് മനസ്സിലാകാതെ
മൂന്നുപേരും ആകെ ആശയക്കുഴപ്പത്തിലാകുന്നു. രാവിലെ കൂടെ ഞാൻ നിധിയോട് സംസാരിക്കുമ്പോൾ പോലും സുധീഷിന്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യമെന്നാണ് നിധി എന്നോട് പറഞ്ഞത്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പുറത്ത് ഭാസ്കരനും ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ഓട്ടോയിൽ നിധി അങ്ങോട്ട് വന്നിറങ്ങിയത്. ആരുടെയും മുഖത്ത് പോലും നോക്കാതെ ദേഷ്യത്തോടെ അവൾ അകത്തേക്ക് നടന്നു. പിന്നാലെ സുഭാഷും ഹരീഷും നികേഷും ഒക്കെ വിളിച്ചുകൊണ്ട് ചെന്നെങ്കിലും നിധി റൂമിൽ കയറി വാതിലടച്ച് കളഞ്ഞു. തൊട്ടു പിന്നാലെ സുധീഷും വണ്ടി ഇറങ്ങി അങ്ങോട്ട് വന്നു. നിധി ആകട്ടെ റൂമിനുള്ളിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. എന്താണ് അവിടെ നടന്നത്? കോടതി ഡിവോഴ്സ് തന്നുവെന്ന് കേട്ടല്ലോ. സുഭാഷ് അത് ചോദിച്ചെങ്കിലും സുധീഷ് ഒന്നും മിണ്ടാതെ തകർന്ന അവസ്ഥയിൽ ഹാളിൽ വന്നിരുന്നു. ഒടുവിൽ സുഭാഷ് ചെന്ന് നിധിയുടെ റൂമിന്റെ വാതിൽ മുട്ടി വിളിച്ചപ്പോൾ അവള് പുറത്തു വന്നു. എന്താ മോളെ ഉണ്ടായത്? അവൻ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. സുഭാഷിന്റെ ആ ചോദ്യം കേട്ട് സുധീഷ് ദേഷ്യത്തോടെ വിളിച്ചു പറയുകയാണ്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല സുധീഷ് ഏട്ടാ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയത് ഇവളാണ്. എന്താണെന്ന് അവളോട് തന്നെ ചോദിക്കുക. എന്നാൽ അങ്ങനെ പറഞ്ഞു കേട്ടതും നിധി സുധീഷിന്റെ മുന്നിലേക്ക് വന്ന് ദേഷ്യത്തോടെ ചോദിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് പിരിയണമെന്ന് പറഞ്ഞത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളെപ്പോലെ വായിൽ തോന്നിയ കള്ളങ്ങൾ അടിച്ചുവിടുന്ന ആളല്ല ഞാൻ. അവൾ എന്നിട്ട് കരഞ്ഞുകൊണ്ട് സുഭാഷിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സുഭാഷ് ഏട്ടാ, പ്രശ്നം തുടങ്ങുന്നത് ഞങ്ങളുടെ കല്യാണത്തിൽ നിന്നാണ്. വീട്ടുകാർ നിശ്ചയിച്ച കല്യാണം ഇഷ്ടപ്പെടാതെ ഞാൻ വീട് വിട്ടിറങ്ങി സുധീഷിനോട് സഹായം ചോദിച്ചു. എന്നെ തിരുവനന്തപുരത്ത് കൊണ്ട് വിടുക മാത്രമായിരുന്നു സുധീഷിന്റെ ജോലി. പക്ഷെ വീട്ടുകാർ പിന്നാലെ വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേഷനിൽ കയറി. അവിടെ വെച്ച് കല്യാണം കഴിക്കാതെ വേറെ വഴിയില്ലെന്നാണ് സുധീഷ് എന്നെ വിശ്വസിപ്പിച്ചത്. പക്ഷെ അതൊക്കെ വലിയ കള്ളമായിരുന്നു. ഇത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. സുധീഷിനെ നോക്കുകയാണ്. നിധി തുടർന്ന് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ അനിയൻ എന്നെ പ്ലാൻ ചെയ്ത് ചതിക്കുകയായിരുന്നു. അന്ന് ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന ഗോപി സാറിനോട് സുധീഷ് സംസാരിക്കുന്നതെല്ലാം ഞാനിന്ന് കോടതിയിൽ വെച്ച് ഒളിച്ചു കേട്ടു. സൂപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കല്യാണം കഴിച്ചല്ലോടാ എന്ന് ഗോപി സാർ അവന്റെ മുഖത്ത് നോക്കി പറയുന്നത് ഞാൻ കേട്ടത്. എന്നിട്ട് ഹരീഷിനെ നോക്കി നിധി പറയുകയാണ്, അന്ന് കല്യാണം കഴിക്കാതെ തന്നെ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു ഹരീഷെ. പക്ഷേ സുധീഷ് പോലീസുകാരോട് ചെന്ന് ഞങ്ങൾ പ്രണയത്തിലാണെന്നും കല്യാണം നടത്തി തരണമെന്നും കള്ളം പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് വന്ന് കല്യാണമല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. സുധീഷിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാണ് അവൻ ഇതൊക്കെ ചെയ്തത്. സുധീഷിന് ഇഷ്ടമുണ്ടെന്ന് കരുതി എന്റെ സമ്മതം കൂടെ ചോദിക്കണ്ടേ? അന്ന് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ സുധീഷ് അത് മുതലെടുത്തു. പിന്നീട് ഞാൻ ഇവിടെ വന്നിട്ട് ഹോസ്റ്റലിൽ കയറി ഇറങ്ങിയപ്പോൾ എന്റെ കയ്യിൽ ID പ്രൂഫുകളൊന്നും ഇല്ലായിരുന്നു. എന്നെ ഒരു മണ്ടിയാക്കി നിർത്തി സുധീഷ് അത് ആസ്വദിക്കുകയായിരുന്നു സുഭാഷ് ഏട്ടൻ. സത്യത്തിൽ എന്റെ ആധാർ കാർഡും മറ്റു പ്രൂഫുകളും അവന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അത് വെച്ചാണ് അവൻ സ്റ്റേഷനിൽ കല്യാണം രജിസ്റ്റർ ചെയ്തത്. ഞാൻ എന്താണെന്ന് പോലും അറിയാതെയാണ് അന്ന് എല്ലാ പേപ്പറിലും ഒപ്പിട്ട് കൊടുത്തത്. അങ്ങനെ എന്നെ ഈ രീതിയിലെല്ലാം മണ്ടിയാക്കി ചതിച്ച കാര്യങ്ങളെല്ലാം ഇവൻ ഇന്ന് വലിയ വീരവാദത്തിൽ ഗോപി സാറിനോട് വിളമ്പുകയായിരുന്നു. ഇതും പറഞ്ഞ് നിധി കരയുമ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞ് സുഭാഷിന് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ് സുധീഷിനോട്. അവൻ ദേഷ്യത്തോടെ സുധീഷിനോട് ചോദിച്ചു, എടാ നീ എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? അപ്പൊ സുധീഷ് സത്യം സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, അതെ സുഭാഷ് ഏട്ടാ, ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാണ് നിധിയെ കല്യാണം കഴിച്ചത്. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് അവരൊക്കെ ഞങ്ങൾ പ്രണയത്തിലാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോ ആ അവസരം ഞാൻ ഉപയോഗിച്ചു. അത്രയേ ഉള്ളൂ. ഇത് കേട്ടതും നിധി ആകെ തകർന്നുപോയി. കേട്ടില്ലേ സുഭാഷ് ഏട്ടാ, ഉപയോഗിച്ചു എന്ന്. ഞാൻ എന്തെങ്കിലും അങ്ങാടിയിൽ നിന്ന് വഴക്കുണ്ടാക്കി വാങ്ങേണ്ട സാധനമാണോ? ഒരുപക്ഷെ ഇന്ന് ഞാൻ ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഈ കള്ളവും ചുമന്ന് എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വന്നേനെ. ഓരോ തവണയും ഞാൻ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൻ എന്നെ 100 അടി പിന്നിലേക്ക് തള്ളുകയായിരുന്നു. ഇങ്ങനെ ഒരു ചതിയന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും സുഭാഷ് ഏട്ടാ? അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് വേണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. നിധിയുടെ ഈ വാക്കുകൾ കേട്ടതും പുറത്തു നിന്ന് ഭാസ്കറിന് ദേഷ്യം അടക്കാനായില്ല. അയാള് സുധീഷിന് നേരെ തിരിഞ്ഞ് ഫ്രോഡ് എന്ന് ഉറക്കെ വിളിച്ച് അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. കരച്ചിലടക്കാൻ കഴിയാതെ നിധി സുഭാഷിനോട് വീണ്ടും പറഞ്ഞു, മതി സുഭാഷേട്ടാ, ഇനി ഒരൊറ്റ നിമിഷം ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. ഇന്നിപ്പോ ഞാൻ ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ വീട്ടിൽ ആദ്യമായി വന്നപ്പോൾ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്ക് മാത്രമേ അറിയൂ. അതൊക്കെ ഈ സുധീഷ് കാരണം ഉണ്ടായതാ. പോലീസിനെയും എന്നെയും ഒരുപോലെ പറ്റിച്ച് അവൻ വലിയൊരു നാടകം കളിച്ചു. അതിലെന്താണെന്ന് പോലും അറിയാതെ ഞാനും ഒരു മണ്ടിയെ പോലെ അഭിനയിക്കുകയായിരുന്നു. ഇനി എനിക്ക് വയ്യ. അത്രയും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധി റൂമിൽ കയറി വാതിലടച്ചു. നിധി എന്ന് വിളിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കാനേ സുഭാഷിന് കഴിഞ്ഞുള്ളൂ. എന്തായാലും താൻ ചെയ്ത ചതികളെല്ലാം വെളിച്ചത്തായതിന്റെ സങ്കടത്തിൽ സുധീഷ് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. സുധീഷ് ചെയ്ത് ഇത്രയും വലിയ ചതിയാണല്ലോ എന്നോർത്ത് സുഭാഷും ഹരീഷും നികേഷും ഒക്കെ ആകെ തകർന്ന് വിഷമത്തോടെ സുധീഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. അതിനുശേഷം നിധി ബാഗും എടുത്തിറങ്ങുമ്പോൾ സുഭാഷിനോട് സുധീഷ് തന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിച്ചതിന് സുഭാഷും നികേഷും അവനെ കഠിനമായിട്ട് തന്നെ കുറ്റപ്പെടുത്തുന്നു. തുടർന്ന് നിധി ഈ ചതി ക്ഷമിക്കാനാകില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് നികേഷിന്റെ സഹായത്തോടെ ബസ് സ്റ്റോപ്പിലെത്തി അവിടെ നിന്ന് തന്റെ കൂട്ടുകാരി ദിവ്യയുടെ ഹോസ്റ്റലിലേക്ക് മാറുന്നു. എന്നാൽ നിധി പോയ സങ്കടത്തിലും വീട്ടുകാരുടെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലിലും വണ്ടി ഭ്രാന്തമായിട്ട് ഓടിച്ചുപോയ സുധീഷിന് ഗുരുതരമായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അങ്ങനെ ആക്സിഡന്റ് പറ്റി അവൻ ICUവിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു വാർത്ത നികേഷ് വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് നിധി ഓടിയെത്തി
സുധീഷിന്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുകയും സുധീഷ് തനിക്ക് തന്നോട് മാത്രമുള്ള സ്നേഹം കൊണ്ടാണ് അന്ന് കള്ളം പറഞ്ഞെന്ന് കരഞ്ഞു പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നിധി വന്നതിന് ശേഷമാണ് സുധീഷ് ഉത്തരവാദിത്തമുള്ള ഒരാളായി മാറിയതെന്നും അവൻ ഒരവസരം കൂടെ നൽകണമെന്നും സുഭാഷും ഹരീഷും നികേഷും കൂടെ നിധിയോട് കൈകൂപ്പി അപേക്ഷിക്കുമ്പോൾ സുധീഷ് മുൻപ് തനിക്ക് ലാപ്ടോപ്പ് വാങ്ങി തന്നതും ബിസിനസ്സിന് സഹായിച്ചതും തനിക്ക് വേണ്ടി ജയിലിൽ കിടന്നതുമായ ആ നല്ല ഓർമ്മകൾ നിധിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. സുധീഷ് തനിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായങ്ങളും നന്മകളും എല്ലാം നിധി ഓർത്തു പോവുകയാണ്. അവൻ ചെയ്തു തന്ന മുൻകാല സഹായങ്ങൾ ഓർത്തെടുത്ത് ആ ഒരു പരിഗണന വെച്ച് ഒരവസരം കൂടെ നൽകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് താൻ ഒരു 6 മാസത്തേക്ക് മാത്രം താൻ നിങ്ങളുടെ വീട്ടിലൊരു പേയിങ് ഗസ്റ്റ് ആയിട്ട് മാത്രം താമസിക്കുമെന്നും സുധീഷിന്റെ പെരുമാറ്റം നോക്കി മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നും നിധി വ്യക്തമാക്കുന്നു. നിധി ആ പറഞ്ഞത് കേട്ട് സുധീഷിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷം കൊണ്ട് സുധീഷ് ബെഡിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റതോടെ അവന്റെ കള്ളി വെളിച്ചത്തായി. സിമ്പതി കിട്ടാൻ വേണ്ടി തോമസ് ഏട്ടന്റെ ബുദ്ധിയിൽ സുധീഷ് കെട്ടിയ വ്യാജ ആക്സിഡന്റ് നാടകമായിരുന്നു ഇതും. കള്ളം പിടിക്കപ്പെട്ടതോടെ സുഭാഷും ഭാസ്കരനും സുധീഷിനെ കഠിനമായി ശാസിച്ചെങ്കിലും സുഭാഷിന്റെ വാക്ക് മാനിച്ചും സുധീഷിന് അവസാനത്തെ ഒരു ചാൻസ് നൽകാനും വേണ്ടി നിധി കിളിക്കൂട്ടിലേക്ക് മടങ്ങാൻ തന്നെ സമ്മതിക്കുന്നു. ഭാസ്കരന്റെ ലോറിയിൽ കിളിക്കൂട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ മകനെ തിരുത്തി നല്ലവനാക്കാൻ ഒരു പെണ്ണ് വരണമെന്ന് കരുതരുതെന്ന് പറഞ്ഞ് ഭാസ്കരന് നല്ല വായടപ്പിക്കുന്ന മറുപടിയെല്ലാം നിധി നൽകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം തന്റെ കഴുത്തിലെ താലി ഊരി സുധീഷിന്റെ കയ്യിൽ കൊടുത്ത് തങ്ങൾ തമ്മിൽ ഇനി ഭാര്യാഭർത്തൃ ബന്ധമില്ലെന്ന് നിധി ഓർമ്മിപ്പിക്കുന്നു. സുധീഷ് ആ സങ്കടത്തിൽ താലി ദൈവത്തിന്റെ പടത്തിന് മുന്നിൽ വെക്കാൻ നോക്കുമ്പോൾ അച്ഛൻ കണ്ടാൽ ഇത് വെറ്റ് കള്ള് കുടിക്കുമെന്ന് പറഞ്ഞ് ഹരീഷ് അത് അകത്ത് സൂക്ഷിക്കാൻ സുധീഷിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ നിധി താലി തിരിച്ചു തന്നാലും ഡിവോഴ്സ് ആയാലും അവൾ തന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലും 6 മാസത്തിനുള്ളിൽ അവളുടെ മനസ്സ് മാറ്റാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലും സുധീഷ് ആ താലിയും നോക്കി നിൽക്കുകയാണ്.